അടുത്തത് നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. ഇതും രണ്ട് വേരിയേഷൻ ഉണ്ട്. വി വിൽ സീ ബോത്ത്. നെഗറ്റീവ് ക്ലിപ്പർ ആകുമ്പോൾ ഡയോഡിന്റെ കാഥോഡാണ് മുകളിലേക്ക് വരിക. ദിസ് ഇസ് എ നെഗറ്റീവ് ക്ലിപ്പർ, കാഥോഡ്, ആനോഡ്. ഇതിൽ നമ്മളൊരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നു, VR. Okay. It is analyzed at for what values of input voltage it will be clipped. Condition is VA minus VK greater than or equal to 0.7. ഇത് കൊടുക്കുമ്പോൾ VA എന്ന് പറയുന്ന ആനോഡിലേക്ക് വന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VR ആണ്. കാഥോഡിൽ ലെറ്റ്സ് ഗീവ് V in. If VR for time being let's give it as 2 volt. 2 volt ആണ് കൊടുക്കുന്നതെങ്കിൽ, so let's write VR equal to 2 volt minus V in 0.7 or 2 minus 0.7 equal to V in. Inequality നമുക്കൊന്ന് തിരിക്കാം. V in less than or equal to 2 minus 0.7 is 1.3 volt. So 1.3 വോൾട്ടിനേക്കാളും ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ് ചെയ്യുമ്പോഴാണ് ക്ലിപ്പ് ആവുന്നത്. സോ ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൽ 1.3 വോൾട്ട് മാർക്ക് ചെയ്യുക. ലെറ്റ്സ് റൈറ്റ് 1.3 ഹിയർ ആൻഡ് ആസ് വെൽ ആസ് ഹിയർ ഓൾസോ 1.3. ദാറ്റ് ഈസ് V in ലെസ് ദാൻ 1.3. 1.3യേക്കാളും കുറയുന്ന വോൾട്ടിനാണ് ക്ലിപ്പ് ആവുന്നത്. ഓക്കെ, V in ലെസ് ദാൻ 1.3 വോൾട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ് പോയിന്റ് ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് 1.3 വോൾട്ട്. ഇതാണ് അതിന്റെ മീനിങ്. Then for when V in is greater than 1.3, it is obvious that output will follow input. That is this line, V out. This is V out y-axis, V in the x-axis. ഇങ്ങനെയാണ് ഇതിന്റെ വരിക. സോ ദിസ് ഈസ് ബേസിക്കലി നെഗറ്റീവ് ക്ലിപ്പർ. കാരണം നെഗറ്റീവ് പീക്കാണ്. നെഗറ്റീവ് പീക്ക് ഇതിലില്ല. നെഗറ്റീവ് പീക്ക് ഫ്ലാറ്റ് ആയി പോയി. പക്ഷെ അത് കയറി വന്നിരിക്കുകയാണ്. പോസിറ്റീവ് ക്വാഡ്രന്റിലാണ്. അത് പോസിറ്റീവ് ക്വാഡ്രന്റിൽ വെച്ചാണ് അത് ക്ലിപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, then next we will see the case when VR is reversed. VR ന്റെ polarity reverse ചെയ്താണ് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നെഗറ്റീവ് ക്ലിപ്പർ, VR is kept like this. ഇത് നമുക്ക് 2 വോൾട്ട്, അഗൈൻ 2 വോൾട്ട് ആണെന്ന് നമുക്ക് കൊടുക്കാം. ഡയോഡിന്റെ ആനോഡ് ഇത്, കാഥോഡ് ഇത്. Here we take the output. So condition for clipping സംഭവിക്കുന്നത് VA minus VK greater than or equal to 0.7. That is when VA give it as minus 2 volt. നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് ആനോഡിലേക്ക് വന്നിരിക്കുന്നത്. സോ -2 എന്ന് കൊടുക്കാം. മൈനസ് VK കാഥോഡിലേക്ക് ഇൻപുട്ടാണ് വന്നിരുന്നത്. V in greater than or equal to 0.7 or -2 minus 0.7 greater than or equal to V in. V in റൈറ്റ് സൈഡിലേക്ക് പോയി. മൈനസ് V in പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്ലസ് V in ആയി. 0.7 ഇങ്ങോട്ട് വന്നപ്പോൾ -0.7 ആയി. നമുക്ക് ഇനീക്വാളിറ്റി ഒന്ന് തിരിക്കാം. സോ V in ലെസ് ആൻ ഓർ ഈക്വൽ ടു, V in നേരെ ലെസ് ആൻ പാർട്ടാണ് വന്നിരിക്കുന്നത്. സോ -2 minus 0.7 -2.7 വോൾട്ട്. -2.7 വോൾട്ടിനേക്കാളും താഴെയാവുമ്പോഴാണ് ക്ലിപ്പിംഗ് സംഭവിക്കുന്നത്. സോ നമ്മൾ ഈ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുമ്പോൾ ഇൻപുട്ട് ദിസ് ഇസ് V out in the y-axis, V in the x-axis. When V in is less than or equal to -2.7 volt, ആദ്യം ഈ -2.7 വോൾട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. -2.7 മാർക്ക് ചെയ്യുന്നു. ഇവിടെയും -2.7 മാർക്ക് ചെയ്യുന്നു. V in ഇൻപുട്ട് വോൾട്ടേജ് -2.7നേക്കാളും കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് -2.7, ക്ലിപ്പിംഗ് നടക്കും. ക്ലിപ്പിംഗ് മീൻസ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, -2.7 ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. And when V in is greater than -2.7, clipping ഉണ്ടാവില്ല. Output will be equal to input. That means straight increasing line through the origin. We will be drawing that. And then transfer characteristics. So ഇത്രയും വരച്ച സ്ഥിതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
Question ingane, suppose we are given asked a question like this. Design a circuit that gives this particular waveform. Okay. This voltage തന്നിരിക്കുന്നത്, let's say this is 3.7 volt. 3.7 ആണ്. This is V in, V out. ട്രാൻസ്ഫർ ക്യാരി തന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ ക്യാരിയുടെ സർക്യൂട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ചോദ്യം. This will also be 3.7. ഇതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യത്തിൽ നിന്ന് എന്താ ഐഡന്റിഫൈ ചെയ്യണം? ഇതൊരു പോസിറ്റീവ് ക്ലിപ്പർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കാരണം പോസിറ്റീവ് പാർട്ടാണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്. പോസിറ്റീവ് പീക്ക് ഇല്ല. പോസിറ്റീവ് പീക്ക് വരുന്ന ഭാഗം കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. ദിസ് ഇസ് എ പോസിറ്റീവ് ക്ലിപ്പർ. ദെൻ ലുക്ക് അറ്റ് വെദർ ഇറ്റ് ഈസ് ബയാസ്ഡ് ഓർ അൺബയാസ്ഡ്. ബയാസ്ഡ് ആണ്. കാരണം ഇത് 3.7 ക്ലിപ്പ് ആയിരിക്കുന്നത്, അല്ലാതെ 0.7 0.7 ക്ലിപ്പ് ആവുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് അൺബയാസ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ പോസിറ്റീവ്, ദിസ് വിൽ ബി എ പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. നമുക്ക് ഇതിന്റെ ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഇറ്റ് ഇസ് ടു എ പാരലൽ പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. Positive biased clipper. Okay. Okay. ഇവിടെ നമുക്കൊരു റെഫറൻസ് ഡയോഡ് വോൾട്ടേജ്. ഹിയർ വി വിൽ ഹാവ് എ റെഫറൻസ് വോൾട്ടേജ്. റെഫറൻസ് വോൾട്ടേജിന്റെ ഡയറക്ഷൻ നമുക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കാം. വി ഡോണ്ട് നോ ദ പൊളാരിറ്റി ഓഫ് റെഫറൻസ് വോൾട്ടേജ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെ കാണാൻ പറ്റും നോക്കാം. ഓക്കെ. സെക്കൻഡ് നമുക്ക് നമ്മുടെ അറിയാവുന്ന ഇക്വേഷൻ എഴുതാം. ദിസ് ഈസ് ആനോഡ്, ദിസ് ഈസ് കാഥോഡ്. VA മൈനസ് VK ≥ 0.7 ക്ലിപ്പിംഗ് സംഭവിക്കുക. ഇവിടെ VA വരുന്ന എന്താണ്? Vin ആണ്. എത്ര ക്ലിപ്പിംഗ് ഉണ്ടാകുന്ന ഏത് പോയിന്റിലാണെന്ന് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ മതി. സോ ഇൻസ്റ്റെഡ് ഓഫ് Vin ലെറ്റ്സ് റൈറ്റ് 3.7 വോൾട്ട്. കാരണം 3.7 വോൾട്ടിലാണ് ക്ലിപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് Vin വിൽ ബി റൈറ്റിംഗ് 3.7 വോൾട്ട്. ആനോഡിലാണ് വരുന്നത്. 3.7 വോൾട്ടിനേക്കാൾ കൂടുതൽ ആനോഡിൽ വരുമ്പോഴാണ് വരുന്നത്. ക്ലിപ്പിംഗ് പോയിന്റ് 3.7 ആണ്. 3.7 മൈനസ് VK. VKയുടെ സ്ഥാനത്ത് കാഥോഡിൽ വരുന്ന എന്താണ്? VR എന്താണോ അതാണ് വരിക. VR ക്ലിപ്പിംഗ് പോയിന്റ് ആണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റൈറ്റ് ഈക്വൽ ടു 0.7. സോ ദിസ് ഈസ് ടു ഗെറ്റ് ദ ക്ലിപ്പിംഗ് പോയിന്റ്. ക്ലിപ്പിംഗ് പോയിന്റിൽ ക്ലിപ്പിംഗ് വോൾട്ടേജ് ഇതാണ് കണ്ടീഷൻ. ക്ലിപ്പ് ആവുന്ന പോയിന്റ് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മതി. സോ 3.7, ഈ 0.7നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 0.7 ഈക്വൽ ടു മൈനസ് VR അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് VR ആയി. സോ VR ഈക്വൽ ടു 3 വോൾട്ട്. VR പ്ലസ് 3 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. 3.7 മൈനസ് 0.7 ഈസ് 3 വോൾട്ട്. 3 വോൾട്ടിലാണ് ക്ലിപ്പ് ആവുക. സോ വി ഹാവ് ടു യൂസ് എ 3 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഹിയർ. പൊളാരിറ്റി ഈസ് പ്ലസ്. സോ പോസിറ്റീവ് ഇവിടെ വെക്കുക, നെഗറ്റീവ് ഇവിടെ വെക്കുക. ഓക്കെ. സോ ദിസ് ഈസ് 3 വോൾട്ട് എന്ന് മാർക്ക് ചെയ്യുക. ഡിസൈൻ, ദിസ് ഈസ് സീരീസ് റെസിസ്റ്റൻസ്. സീരീസ് റെസിസ്റ്റൻസ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് ഫോർവേഡ് റെസിസ്റ്റൻസ് ആൻഡ് റിവേഴ്സ് റെസിസ്റ്റൻസ് ഓഫ് ഡയോഡ്. റൂട്ട് ഓഫ് RS ആണ് എടുക്കേണ്ടത്. ഓക്കെ. സോ ഇതാണ് ഇതിന്റെ നമ്മൾ വോൾട്ടേജ് VR-ന്റെ വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. Let us look at another question. Question number 2. This is the transfer carrier. This is V out. X-axis is V in. Suppose the transfer carrier is like this. Okay. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. Let's say this value is 0.7. This is also minus 0.7. This is also minus 0.7. Okay. ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ നോക്കാം. ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. ബിക്കോസ് പോസിറ്റീവ് പീക്ക് ആണ് ഇവിടെ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ. നെഗറ്റീവ് പീക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഇൻക്രീസിങ് നെഗറ്റീവ് പീക്ക്, ഇൻക്രീസിങ് ടുവേർഡ്സ് എ നെഗറ്റീവ് പീക്ക്. സോ ഇതൊരു പോസിറ്റീവ് ക്ലിപ്പർ ആണ്. പോസിറ്റീവ് ക്ലിപ്പർ ആണ്. ഏത് പോയിന്റിലാണ് ക്ലിപ്പ് ആയിരിക്കുന്നത്? മൈനസ് 0.7 അപ്പോൾ ഇത് ബയാസ്ഡ് ആണോ അൺബയാസ്ഡ് ആണോ? ദിസ് വിൽ ബി എ ബയാസ്ഡ് ക്ലിപ്പർ. ബയാസ്ഡ് ക്ലിപ്പർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലിപ്പർ, ഇഫ് ദ പോസിറ്റീവ് ക്ലിപ്പർ ഗെറ്റ്സ് ക്ലിപ്ഡ് അറ്റ് പ്ലസ് 0.7, പ്ലസ് 0.7 ക്ലിപ്പ് ആവുന്നെങ്കിൽ മാത്രമാണ് അൺബയാസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതങ്ങനെയാണല്ലോ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പറിനെ ട്രാൻസ്ഫർ ക്യാര പഠിച്ചത്. ദിസ് ഈസ് ആൻ ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. നമുക്ക് ജസ്റ്റ് അതിന്റെ ഡയഗ്രാം വരയ്ക്കാം. വോൾട്ടേജ് സോഴ്സ്, സീരീസ് റെസിസ്റ്റൻസ്. സോ പോസിറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട്
വോൾട്ടേജ് സോഴ്സ് താഴേക്ക് വരയ്ക്കുന്നു. കഴിഞ്ഞതിൻ്റെ സെയിം സംഭവം തന്നെ. നെക്സ്റ്റ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് വെക്കാനുള്ള സ്ഥലം നമ്മൾ ലീവ് ചെയ്യുന്നു. ജോയിൻ ദിസ്. ഈ റെഫറൻസ് വോൾട്ടേജ് എത്രയാണെന്നാണ് നമ്മൾ ഇനി ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ആനോഡ് ഓഫ് ദ ഡയോഡ്, ദിസ് ഈസ് കാഥോഡ് ഓഫ് ദ ഡയോഡ്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, VA minus VK greater than or equal to 0.7. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഹിയർ VA നമുക്ക് ക്ലിപ്പിംഗ് വോൾട്ടേജ് കൊടുക്കാം. ക്ലിപ്പിംഗ് വോൾട്ടേജ് എത്രയാണ്? -0.7 ക്ലിപ്പ് ആവുന്നത്. -0.7 മൈനസ് VK, കാഥോഡ് വോൾട്ടേജ് VR. നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് VR ഐഡന്റിഫൈ ചെയ്യാൻ മതി. VR ഈക്വൽ ടു കൊടുക്കാം 0.7. സോ VR റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഈ 0.7 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ -0.7 ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അഗെയിൻ -0.7 ആയി. ഈ VR റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +VR ആയി. സോ -VR റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ +VR ആയി. സോ VR ഈക്വൽ ടു 1.4 വോൾട്ട്. സോറി, -1.4 വോൾട്ട്. -0.7 -1.4 വോൾട്ട്. സോ നമ്മൾ -1.4 ആണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് ബാറ്ററി വേണം ഇങ്ങോട്ടേക്ക് വെക്കാനായിട്ട്. ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് 1.4 ആണ്. ബാറ്ററിയുടെ പൊളാരിറ്റി നെഗറ്റീവ് ആണ്. സോ ദിസ് ഈസ് എ റിക്വയർഡ് സർക്യൂട്ട്. So the next circuit, okay, next circuit നമ്മൾ കാണാൻ പോകുന്നത് next transfer cara. Let us look at this transfer cara. This voltage is -2 volt, so it's a -2 volt. This is V in as x-axis, V out as a y-axis. Okay, let us see what happens. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ക്ലിപ്പിംഗ് വോൾട്ടേജ് ഐഡന്റിഫൈ ചെയ്യാം, -2 വോൾട്ട്. എന്ത് ടൈപ്പ് ഓഫ് ക്ലിപ്പർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ നെഗറ്റീവ് ക്ലിപ്പർ. കാരണം നെഗറ്റീവ് പീക്ക് ഇവിടെ ഇല്ല. നെഗറ്റീവ് പീക്ക് ിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് കാണാൻ പറ്റുക. ദ പ്രീവിയസ് ട്രാൻസ്ഫർ ക്യാര പോസിറ്റീവ് പീക്ക് വരുന്ന സ്ഥലത്താണ് കറസ്പോണ്ടിങ് ടു ഹയസ്റ്റ് പോസിറ്റീവ് എക്സ് ആക്സിസ് വാല്യൂലൊക്കെ വരുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരിക. അതിന് മുമ്പത്തെ ട്രാൻസ്ഫർ ക്യാരയിലും ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂവിൽ ഹൊറിസോണ്ടലാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് വാല്യൂവിൽ ഇൻക്രീസിങ്, എല്ലാ പോസിറ്റീവ് വാല്യൂസിലും ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ക്യാരിയാണ് നമുക്ക് കാണാൻ പറ്റുക, ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് എന്നുള്ളത്. ബട്ട് ഫോർ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എസെൻഷ്യലി ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഗ്രാഫ് ഫ്ലാറ്റ് ആണ്. സോ ഇതിൻ്റെ നമുക്ക് അവിടെ നെഗറ്റീവ് ക്ലിപ്പർ വരയ്ക്കാം. അഗൈൻ ദിസ് ഇസ് എ നെഗറ്റീവ് ക്ലിപ്പർ, സോ ഇറ്റ്സ് എ ബയാസ്ഡ് ക്ലിപ്പർ. കാരണം -2 ഇഫ് ഇറ്റ് വാസ് -0.7 he would have said that this is a negative unbiased clipper. So negative biased clipper നമുക്ക് വരയ്ക്കാം, സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. സോ ഡയോഡ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? കാഥോഡ് will be placed towards the top, towards the output, positive side of the output. Okay, and here we leave space for a reference voltage. This is the input voltage, series resistance. Now let us find the magnitude and polarity of VR. This is anode, this is the cathode. So our condition idana, VA minus VK greater than or equal to 0.7. VA like varunathu reference voltage aanu. As a V cathode, we must be giving the clipping voltage. At what voltage the clipping has happened. So -2 ennu kodukam. Just give equal to 0.7. Clipping point മാത്രം നോക്കിയാൽ. So VR plus 2, minus into minus plus equal to 0.7, or VR equal to 2 right side like -2 plus 0.7, or this is equal to -1.3 volt. So reference voltage നമ്മൾ കൊടുക്കേണ്ടത് -1.3 ആണ്. Place negative towards this side. This is 1.3. Magnitude is 1.3 volt. Negative ആണ് കൊടുക്കേണ്ടത് towards the anode. Okay. Next